നമ്മുടെ ചൈൽഡ് റൈറ്റ്സിന്റെ യൂണിറ്റ് 1ന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാടു ആൻഡ് ഇന്ത്യ. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ചൈൽഡ് റൈറ്റ്സിന്റെ ഹിസ്റ്ററി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിത് പറയുന്നത് പ്രീ, അതേപോലെ തന്നെ മിഡീവിയൽ പീരീഡ്, അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അങ്ങനെ നമ്മൾ 3 രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് എറ എങ്ങനെയായിരുന്നു നോക്കിയേക്കാം. അതായത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ദ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് വാസ് മാർക്ഡ് ബൈ എ കോംപ്ലെക്സ് ഇന്റർപ്ലേ ഓഫ് ട്രഡീഷണൽ പ്രാക്ടീസസ്, കൊളോണിയൽ ഇൻഫ്ലുവൻസസ് ആൻഡ് ഇവോൾവിംഗ് സോഷ്യൽ നോംസ്. അപ്പൊ എന്താ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആ ട്രഡീഷനെ, അതേപോലെ തന്നെ അവരുടെ ആ ഒരു കൾച്ചറിനെ, അതേപോലെ തന്നെ നമ്മുടെ ആ കൊളോണിയൽ ഇൻഫ്ലുവൻസസും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. ആൻഷ്യന്റ് ടെക്സ്റ്റ് ലൈക്ക് മനുസ്മൃതി contain guidelines for child upbringing, but the medieval period witnessed disparities influenced by the caste system. അപ്പൊ വളരെ പണ്ട് കാലത്ത് മനുസ്മൃതിയൊക്കെ എന്താണ്, ഈ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിഡീവിയൽ പീരീഡിൽ എന്ത് സംഭവിച്ചു എന്നറിയോ, ഇതെല്ലാം കാസ്റ്റ് സിസ്റ്റത്തിന് ഇൻഫ്ലുവൻസ്ഡ് ആയി. നമ്മൾ പറയില്ലേ, അതായത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം, താഴ്ന്ന ജാതിയിലുള്ളവരെ വിദ്യാഭ്യാസം കൊടുക്കാതെ അവരെ ഈ അടിമപ്പണിക്കൊക്കെ വിളിക്കുക, ആ രീതിയിൽ കാസ്റ്റ് സിസ്റ്റം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സ്കൂളിലാണെങ്കിലും അതേ കുട്ടികളെയൊക്കെ വേർതിരിച്ച് കാണുക. മുന്നേ വളരെ പണ്ടൊക്കെ എന്താണ്, ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ വിദ്യാഭ്യാസം കൊടുത്തിരുന്നുള്ളൂ. പിന്നെ അത് കുറെയൊക്കെ പ്രൊട്ടസ്റ്റ് ഒക്കെ വന്ന് വിദ്യാഭ്യാസം കൊടുക്കലുണ്ടായി. പക്ഷെ അത് ഉയർന്ന ജാതിയിലുള്ളവരെ ബെഞ്ചിലിരുത്തിയിട്ടും താഴ്ന്ന ജാതിയിലുള്ളവരെ നിലത്തിരുത്തിയൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അന്നത്തെ സമയത്തൊക്കെ. ചൈൽഡ് മാരേജ് ആൻഡ് റെസ്ട്രിക്റ്റീവ് സോഷ്യൽ പ്രാക്ടീസസ് പെർസിസ്റ്റഡ്, prompting 19th century reform movements against these issues. അപ്പൊ എന്താണ്, ഇത് മാത്രമായിരുന്നില്ല പണ്ടുള്ള കാലത്തൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടുക, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ശൈശവ വിവാഹം ഒരുപാട് നടന്നിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരും കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇതിലൊക്കെ നമുക്ക് ഇനി ഒരുപാട് നമ്മുടെ ഹിസ്റ്ററി എഴുതാൻ പറ്റും കേട്ടോ. അതായത് ഈ ശൈശവ വിവാഹം മാത്രമല്ല, കുട്ടികളെ നമ്മൾ സ്ലേവറി, അടിമകളായിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാലവേല, ചൈൽഡ് ലേബർ, അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിറ്റിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അന്നത്തെ കാലത്ത് ചിൽഡ്രൻ, എസ്പെഷ്യലി താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്പൈറ്റ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഇൻക്ലൂഡിംഗ് ലോസ് അഡ്രസ്സിംഗ് child labor and education, the protection of child rights remained a challenge due to the inadequate implementation. അപ്പോൾ പണ്ടും എന്താണ്, ചൈൽഡ് റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അഡ്വക്കേറ്റ് ആണ് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ചൈൽഡ് മാരേജ് ആക്ട് ഒക്കെ പണ്ടേ നിരോധിച്ചതാണ്. അതായത് ചൈൽഡ് മാരേജസ് ഒക്കെ പണ്ടേ നിരോധിച്ചതാണ്. പക്ഷേ അതൊന്നും പ്രോപ്പറായി ചെക്ക് ചെയ്യാനും അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പ്രോപ്പർ ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ദ ഗ്രൗണ്ട് വർക്ക് ഫോർ റെക്കഗ്നൈസിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ചൈൽഡ് റൈറ്റ്സ് വർ ലേഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്, setting the stage for post-independent efforts to formulate more comprehensive policies and laws safeguarding the well-being of children in India. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് അവരെടുത്തിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് ലോസും ആക്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പ്രോപ്പർ ആയിട്ട് നടത്തുക, ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ എന്താണ് സംഭവിച്ചത്? ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ദ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് സീൻ സിഗ്നിഫിക്കന്റ് സ്റ്റഡീസ് ഇൻ റെക്കഗ്നൈസിംഗ് ആൻഡ് സേഫ് ഗാർഡിംഗ് ദ വെൽ ബീയിങ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് അതിന് ശേഷം എന്താ സംഭവിച്ചത്? എല്ലാവർക്കും മനസ്സിലായി, കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് വിദ്യാഭ്യാസം അവരെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നാളെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ഇൻ 1950 laid the foundation by ensuring the principles of equality and non-discrimination. അപ്പൊ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 എന്താണ് നോക്കിയത്? നമ്മുടെ കുട്ടികളുടെ ഈക്വാലിറ്റി, അതേപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, ഇതിനൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി.
Then National Policy for Children was introduced in 1974, emphasizing the importance of child welfare. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 1974 നമ്മുടെ നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, കുട്ടികളുടെ വെൽഫെയറിനും അതേപോലെ തന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ് NPC വന്നത്. Then the Right to Education Act in 2009 marked a crucial milestone, guaranteeing free and compulsory education for all children up to the age of 14. ഇപ്പൊ എന്താ 2009 റൈറ്റ് ടു എഡ്യൂക്കേഷനും വന്നു. പിന്നെ ദ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ICDS പ്രോഗ്രാം ഇനിഷ്യേറ്റഡ് ഇൻ 1975 aimed at holistic development and nutrition for young children. ICDS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അംഗനവാടിയൊക്കെ. ഈ അംഗനവാടീസ് ഒക്കെ ICDSന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടി, അതേപോലെ അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 വയസ്സ് വരാൻ തോന്നുന്നുണ്ട് ഈ ശർക്കര, അതേപോലെ തന്നെ ഗോതമ്പ് പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അംഗനവാടി വഴി കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ പ്രഗ്നന്റ് ലേഡീസിന് തന്നെ അതേപോലെ ന്യൂട്രീഷൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ. അതേപോലെ ഈ നമ്മുടെ കുത്തിവെപ്പ്, ആരോഗ്യ കുത്തിവെപ്പൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിൽ എന്താണ് സംഭവിച്ചത്? കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ചെറുപ്പം മുതൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ്, അവരുടെ ന്യൂട്രീഷൻ, അവരുടെ ഹെൽത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന തിരിച്ചറിവ് വന്നിട്ട് ഒരുപാട് പ്രോഗ്രാംസ് അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഇതിൽ തന്നെ നമുക്കൊരു വാല് പോലെ എഴുതാവുന്നതാണ്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിലാണല്ലോ ഈ ആക്ടുകളൊക്കെ വന്നത്. അപ്പൊ ഈ ഓരോ ആക്ടും എന്തിനാണ്, എങ്ങനെയാണെന്നുള്ളത് ഇവിടെയും നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഓഫ് 1986 നേരത്തെ നമ്മൾ പറഞ്ഞത് 2015 വന്നതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, അതായത് മുന്നേയും ഒരു ആക്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര സ്ട്രോങ് ആയിരുന്നില്ല എന്നുള്ളത്. 1986 ഈ ആക്ട് ആദ്യമായിട്ട് വരുന്നത്. Then it was a significant step towards recognizing and addressing the needs of children in conflict with the law. It focused on rehabilitation rather than punishment. അപ്പൊ എന്താണ് 1986 കുട്ടികൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്രൈംസിൽ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടും അവരുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ അവരെ പണിഷ് ചെയ്യാതെ എങ്ങനെ അവരെ നമുക്ക് നല്ല കുട്ടികളായിട്ട് കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ട് ആയിരുന്നു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986 വന്നത്. അതും ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്, ഇതും എന്താണ് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ളതാ. അതായത് ആ സമയത്തൊക്കെ ബാലവേല ഒരുപാട് ഉണ്ടായിരുന്നു. സോ അത് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമുക്കറിയാം. അതേപോലെ തന്നെ സർവശിക്ഷ അഭിയാൻ നിങ്ങൾ കണ്ടംപററി ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, SSA എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ SSAയുടെ അണ്ടറിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ SSAയുടെ ഒരു ഫെർദർ എന്താ പറയാ ടെയിൽ എന്നുള്ള രീതിയിലാണ് നെക്സ്റ്റ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയം RMSA എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ് കുട്ടികളുടെ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. SSA, RMSA, അതേപോലെ തന്നെ റുസ, അതെല്ലാം എന്താണ് കുട്ടികളുടെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ പോക്സോ ഉണ്ട്, പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവരുടെ സെക്ഷൽ ഒഫൻസസ് എല്ലാം ഡീൽ ചെയ്യാനും അതെല്ലാം സ്പീഡപ്പ് ആക്കാനും എന്താണ് വന്നിട്ടുള്ള ആക്ടാണ് പോക്സോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റിൽ വരുന്നത്. എന്താണ് പ്രീ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചരിത്രം മൊത്തം എഴുതാട്ടോ. ഗുരുകുല വിദ്യാഭ്യാസം ആയിരുന്നപ്പോഴും എങ്ങനെയായിരുന്നു, നമ്മുടെ ഉയർന്ന ജാതിയിലുള്ളവർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഗുരുകുല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ നേരിട്ട പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. പിന്നെ അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഓരോ കമ്മീഷൻസ് രൂപീകരിക്കാൻ തുടങ്ങി. ICDS വന്നു, അതേപോലെ തന്നെ ആക്ടുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് 10 മാർക്കിന് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ബൈ.